ഗുഡ് മോർണിംഗ്. വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ പ്രശ്നവും അതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. ഒന്നുമല്ല, കൂർക്കം വലി. കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് കൂർക്കം വലി, സ്നോറിങ്. ഇത് കൂർക്കം വലിക്കുന്ന ആളുകൾക്കും പിന്നീടും അതേപോലെ തന്നെ കൂടെ കിടക്കുന്ന ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കിടക്കുന്ന ആളുകൾ, ഉറങ്ങുന്ന ആളുകൾ ഇത് അറിയുന്നില്ലെങ്കിലും കൂടെ കിടക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കൂർക്കം വലി എന്നുള്ളത്. മാത്രമല്ല, നിരന്തരമായിട്ട് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആളുകൾ, ഇതൊരു എപ്പോഴെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം, അതൊരു രോഗമല്ല. എന്നാൽ നിരന്തരമായിട്ട് കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് പിന്നീട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏർലി മോർണിംഗ് ഹാബിറ്റ്. രാവിലെ എണീക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ. ഉറങ്ങി എണീക്കുന്ന ആളുകൾക്ക് ഉറക്കം തീരാത്തൊരവസ്ഥ, വീണ്ടും ക്ഷീണം വരിക, വീണ്ടും കിടക്കണമെന്ന് തോന്നുക, ഉന്മേഷക്കുറവ്, ഇത് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആളുകൾക്കുണ്ടാവും. അതുപോലെ തന്നെ BP ഉണ്ടാകുന്ന വേരിയേഷൻ, ബ്ലഡ് പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻ, ഇത് നിരന്തരമായിട്ട് കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വരിക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരിക, അതിൻ്റെ ഫലമായിട്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ നിരന്തരമായിട്ട് ഈ കൂർക്കം വലി പതിവായിട്ടുള്ള ആളുകൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള വലിയ പ്രയാസങ്ങൾ. കൂർക്കം വലിക്കുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് കൂർക്കം വലി ഉണ്ടാകുന്നത് എന്ന്. നമ്മളുടെ അന്നനാളത്തിൽ, തൊണ്ടക്കുഴിയുടെ മുകൾ വശത്തുള്ള മസിലുകൾ റിലാക്സ് ആകുമ്പോഴാണ് ഈ കൂർക്കം വലി സംഭവിക്കുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ മസിൽസൊക്കെ റിലാക്സ് ആവും, പ്രത്യേകിച്ച് തൊണ്ടക്കുഴിയുടെ മുകളിലുള്ള മസിലുകൾ. അവിടെ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, അതാണ് ഈ കൂർക്കം വലിയായിട്ട് നമുക്ക് പുറത്തേക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ശരിയായ രീതിയിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ്റെ കൃത്യമായിട്ടുള്ള അളവ് ആവശ്യമാണ്. ഹാർട്ടിൻ്റെ മിടിപ്പിൽ വ്യത്യാസമുണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഈ കൂർക്കം വലി കൊണ്ടുണ്ടാകുന്നുണ്ട്. ഇതിനെ പരിഹരിക്കാൻ വളരെ ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് സുജോക്കിലെ ഒരു സീഡ് തെറാപ്പിയാണ്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒബീസിറ്റി ഉള്ള ആളുകൾ, പൊണ്ണത്തടിയുള്ള ആളുകൾ അത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക, കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നല്ല ക്രമീകരണം വരുത്താം. പൊണ്ണത്തടി നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതുണ്ട്. അതിന് കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഫ്രൂട്ട്സുകൾ, മത്സ്യം, മാംസം ഇവയൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നല്ല ശുദ്ധവായുവിൻ്റെ അളവ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നേരത്തെ ഉറങ്ങുക. ഉറങ്ങുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പ് ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുന്ന റൂമിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന ഈ സീഡ് തെറാപ്പി, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ഈ കൂർക്കം വലി ശല്യമായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. സുജോക്കിലെ വളരെ എഫക്റ്റീവായിട്ടുള്ള, വീട്ടിൽ വെച്ച് തന്നെ യാതൊരു തരത്തിലുള്ള ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സീഡ് തെറാപ്പിയാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അക്യുപഞ്ചർ തിയറി അനുസരിച്ച് കൂർക്കം വലിക്ക് പ്രധാനമായിട്ടുള്ള കാരണം എയർ എലമെൻറ്റിലുണ്ടാകുന്ന ഡിസോർഡറാണ്. എയർ എലമെൻറ്റിലെ പ്രധാനപ്പെട്ട ഓർഗൺ എന്ന് പറയുന്നത് ലങ്ങാണ്. ലങ് നമ്മൾ കൈകളിൽ വരുമ്പോൾ ഈ ഭാഗമാണ്, ഈ പൊന്തി നിൽക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഏരിയയാണ് ലങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ തൊണ്ടക്കുഴി, അതുപോലെ തന്നെ മൂക്ക്, ഈ 3 ഭാഗങ്ങളാണ് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതും ഈ 3 ഭാഗത്താണ് കൂർക്കം വലിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെളുത്തുള്ളിയാണ്. കൂർക്കം വലിക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചു. പിന്നീട് നമ്മൾ, ഇതാണ് തൊണ്ടയുടെ ഭാഗം, ഈ ഒരു ഏരിയയിൽ വെച്ചു. പിന്നീട് നോസ്, മൂക്കിൻ്റെ ഭാഗം, ഈ ഒരു ഏരിയയിൽ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ലങ്, ത്രോട്ട്, നോസ്, ഈ 3 ഭാഗത്താണ്. ഈ 3 ഭാഗത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. ലങ്ങിൻ്റെ ഭാഗത്ത്, ത്രോട്ടിൻ്റെ ഭാഗത്ത്, നോസിൻ്റെ ഭാഗത്ത്. ഇതുപോലെ
രാത്രി ഉറങ്ങുന്ന സമയത്ത് വെച്ചതിന് ശേഷം രാവിലെ എണീക്കുന്ന സമയത്ത് ഒഴിവാക്കാം. അതുപോലെ തന്നെ പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ഇതേപോലെ ചെയ്തു വെക്കാം. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂർക്കം വലി പതിവായിട്ട് കുറച്ച് ദിവസങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും.